തൃശൂർ ഗഡികൾ തലയിൽ കെട്ടിവെച്ചതും ബി.ജെ.പി. തലയിൽ കെട്ടിവെച്ചതുമായ രണ്ട് കേന്ദ്രമന്ത്രിമാരെയാണ് കേരളം ചുമക്കുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി കഴിഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിൽ മലയാളികൾ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയ ഒരേയൊരു നടനായിരുന്നു സുരേഷ് ഗോപി. സിനിമ ഇല്ലായിരുന്ന കാലത്തും സുരേഷ് ഗോപിയെ മലയാളികൾ നെഞ്ചോട് ചേർത്തു. അങ്ങനെ ഒരു നടനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനായാൽ ബി.ജെ.പിയുടെ മൊത്തത്തിലുള്ള ഒരു ചീത്തപ്പേര് മാറിക്കിട്ടും എന്നതായിരുന്നു ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഏതോ ഭീകരനെ അഴിച്ചുവിട്ട മട്ടാണ് സുരേഷ് ഗോപിക്ക്. ഉന്നതം, ജാതി, കുലം, മതം, ബ്രാഹ്മണൻ, അമ്പലം, പൂണൂൽ, ഹിന്ദു തുടങ്ങി നാടിനും വീടിനും കൊള്ളാത്ത എന്തൊക്കെയോ പിച്ചും പേയുമാണ് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് മന്ത്രി എന്ന നിലയിൽ നാടിന്റെ പുരോഗതിക്കായി പുള്ളി ഒരു കിടിലൻ ഐഡിയ പറഞ്ഞു. അതായത് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഭരിക്കാൻ ബ്രാഹ്മണനെയും നായിഡുവിനെയും പോലെ ഒരു ഉന്നത കുലജാതനെ കൊണ്ടുവരണം. സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, ഇതൊരു പുതിയ ഐഡിയ അല്ല. 100 കൊല്ലങ്ങൾക്കു മുന്നേ, അതായത് പ്രാചീന കാലത്ത് സുരേഷ് ഗോപി പറഞ്ഞ ഗോത്രവർഗക്കാരെ സുരേഷ് ഗോപി പറഞ്ഞ ഉന്നത കുലജാതർ തന്നെയായിരുന്നു ഭരിച്ചിരുന്നത്. അയ്യങ്കാളിയിൽ തുടങ്ങി ഭീംറാവു അംബേദ്കർ പോലെയുള്ള ഇതിഹാസങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഗോപിയുടെ ഈ ഐഡിയ എടുത്ത് ചാണകക്കുഴിയിലേക്ക് എറിഞ്ഞത്. ബി.ജെ.പിയിലേക്ക് മുങ്ങിയിറങ്ങി ആ ഐഡിയയുമായി സുരേഷ് ഗോപി ഇനി തിരിച്ചു വരരുത്. ബാക്കി പറഞ്ഞില്ലെന്ന് വേണ്ട, ഉന്നത കുലജാതരെ ഗോത്രവർഗക്കാർ ഭരിക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അങ്ങനെയെങ്കിൽ ബ്രാഹ്മണനായി ജനിച്ച് ശബരിമലയിൽ പൂജ നടത്താൻ വേണ്ടി അടുത്ത ജന്മം വരെ എന്തിനു സുരേഷ് ഗോപി കാത്തിരിക്കണം? ശബരിമലയിൽ പോയി പൂജ നടത്താത്തതെന്തേ? അത് തെറ്റാണെങ്കിൽ ഉന്നത കുലജാതരെ ഭരിക്കുന്ന ഗോത്രവർഗക്കാരൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ രണ്ടാം ശബരിമല ലഹളയും തലയിൽ ബെൽറ്റ് കെട്ടി മൂത്രമൊഴിക്കാൻ റെഡിയായി നിൽക്കുന്ന പല ഹിന്ദു സംരക്ഷണരെയും കാണേണ്ടി വരും മലയാളികൾ. വെറുതെ എന്തിന്? പോട്ടെ, ഒന്നിൽ പിഴച്ചാൽ രണ്ടാമത്തെ കേന്ദ്രമന്ത്രി വരട്ടെ. ജോർജ് കുര്യനെങ്കിലും നാടിന് നല്ലതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? 2 ദിവസം മുന്നേ ഒന്ന് പറഞ്ഞതേയുള്ളൂ. പാവപ്പെട്ട സംസ്ഥാനമാണെന്ന് കെഞ്ചിയാൽ പൈസ തരാം, അല്ലാതെ കേരളത്തിന് ബഡ്ജറ്റിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട. കേരളത്തിൽ കിടന്ന് കെഞ്ചി അതിന്റെ പേരിൽ ബി.ജെ.പിക്ക് സീറ്റ് കൊടുത്ത മലയാളികൾ മാറി ചിന്തിക്കേണ്ടി വരും. ഏതായാലും ബി.ജെ.പിയുടെ കാര്യമാണ് കഷ്ടം. നല്ല പേരുള്ള ഏതെങ്കിലും മനുഷ്യനെ എവിടുന്നെങ്കിലും കൊണ്ടുവരും. സ്വിച്ചിട്ട പോലെ ആ മനുഷ്യൻ വൃത്തികേട് പറയാൻ തുടങ്ങും. പാവം ബി.ജെ.പി. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക പൊളിറ്റിക്കൽ മലയാളി.